വെൽക്കം ബാക്ക് ടു മാഗ്ന ജൂറിസ്. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ന്യൂ, ദ ഭാരതീയ ന്യായ സംഹിത, കോമൺലി കോൾഡ് BNS. ദിസ് ഇസ് ദ ലോ ദാറ്റ് റീപ്ലേസ് ദ ഓൾഡ് ഇന്ത്യൻ പീനൽ കോഡ് IPC. അതായത് IPC, ഇന്ത്യൻ പീനൽ കോഡ് IPC റീപ്ലേസ് ചെയ്തിട്ടാണ് ഭാരതീയ ന്യായ സംഹിത അതായത് BNS നിലവിൽ വരുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ബേസിക്സ് ഓഫ് BNS ഇൻ എ സിംപ്ലസ്റ്റ് വേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാട്ട് ഈസ് ഭാരതീയ ന്യായ സംഹിത, BNS എന്താണെന്ന് നോക്കാം. BNS എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂ ക്രിമിനൽ ലോ കോഡ് ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യയിലെ പുതിയ ക്രിമിനൽ ലോ കോഡാണ് BNS. ഇറ്റ് റീപ്ലേസസ് ദ ഇന്ത്യൻ പീനൽ കോഡ് 1860, അതായത് IPC. നമ്മൾ നേരത്തെ കണ്ടു IPC, ഇന്ത്യൻ പീനൽ കോഡ് 1860 റീപ്ലേസ് ചെയ്തിട്ടാണ് BNS നിലവിൽ വരുന്നത്. വിച്ച് വാസ് എ ബ്രിട്ടീഷ് ഈറ ലോ. അതായത് IPC ഒരു ബ്രിട്ടീഷ് ഈറയിൽ ഉണ്ടായിരുന്ന നിയമമാണ്. ഈ ബ്രിട്ടീഷ് റൂളിംഗ് ടൈമിലാണ് IPC ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു 160+ ഇയേഴ്സ് ഓൾഡ് ഉണ്ട്. അത്രയും ഇയേഴ്സ് പഴക്കമുള്ള ഒരു നിയമമാണ് IPC, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി നമുക്കൊരു മോഡേൺ ലീഗൽ സിസ്റ്റം ആവശ്യമാണ്, അത് നെസസറിയാണ്. നമ്മുടെ സൊസൈറ്റിക്ക് ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും വരുന്നതനുസരിച്ച് നമുക്കൊരു മോഡേൺ ലീഗൽ സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ട്. അത് റീപ്ലേസ് ചെയ്തിട്ടാണ്, അതുകൊണ്ടാണ് IPC റീപ്ലേസ് ചെയ്തിട്ട് BNS വരുന്നത്. സോ അതാണ് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത. BNS എന്താണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് വെൻ ഡിഡ് BNS കം ഇൻ ടു ഫോഴ്സ്. സോ വെൻ ഡിഡ് BNS കം ഇൻ ടു ഫോഴ്സ്? BNS പാസ്സായ ഇയർ 2023 ഡിസംബറിലാണ്. ആൻഡ് ഫ്രം 1st July 2025 ഓൺവേർഡ്സ് ഇറ്റ് ഒഫീഷ്യലി റീപ്ലേസ് ദ IPC. അതായത് ഇത് പാസ്സായ ഇയർ 2023 ഡിസംബർ ആണെങ്കിലും 1st July 2021 ആവേണ്ടി വന്നു അത് ഒഫീഷ്യലി IPCനെ റീപ്ലേസ് ചെയ്തിട്ട് വരാൻ. അതായത് ഇൻ എ സിംപ്ലസ്റ്റ് ഫോം, ഓൾ ക്രിമിനൽ കേസസ് ആഫ്റ്റർ July 1st 2025 വിൽ നൗ ബി ഹാൻഡിൽഡ് അണ്ടർ BNS. അതായത് 2025 ജൂലൈ 1 ശേഷമുള്ള എല്ലാ ക്രിമിനൽ കേസസും BNSൻ്റെ അണ്ടറിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് വൈ IPC വാസ് റീപ്ലേസ്ഡ്, IPC എന്തുകൊണ്ടാണ് റീപ്ലേസ് ചെയ്തതെന്ന് നോക്കാം. എന്താ പറയുക, IPC വാസ് മെയ്ഡ് ബൈ ബ്രിട്ടീഷ് മെയിൻലി ടു കൺട്രോൾ ഇന്ത്യൻ സിറ്റിസൻസ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സിറ്റിസൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് IPC, ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ള കോഡ് ഓഫ് ലോ ഉണ്ടാക്കിയത്. അതായത് ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാക്കിയത് ഇന്ത്യൻ സിറ്റിസൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പണിഷ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത് കൺട്രോളിങ് ഓഫ് ഇന്ത്യൻ സിറ്റിസൻസും പണിഷ്മെൻറ്റും ആയിരുന്നു. അതായത് പണിഷ്മെൻറ്റ് ഓറിയൻറ്റഡും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ IPC, ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാക്കിയത്. ബട്ട് BNS ഈസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ സൊസൈറ്റി ടുഡേ. അതായത് ഇന്നത്തെ ഇന്ത്യൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് BNS ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് പീപ്പിൾ സെൻട്രിക്, ജസ്റ്റിസ് ഫോക്കസ്ഡ് ആൻഡ് ടെക്നോളജിക്കലി ഇൻ്റഗ്രേറ്റഡ്. അതാണ് BNSൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മുടെ റൈറ്റ്സ്, സേഫ്റ്റി, സ്പീഡി ജസ്റ്റിസ്, ഇതെല്ലാമാണ് BNS എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് BNSൻ്റെ ക്വാളിറ്റീസും സ്പെഷ്യാലിറ്റീസും. സോ നമുക്ക് സ്ട്രക്ചർ ഓഫ് BNS എന്താണെന്ന് നോക്കാം. അതായത് BNSൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. IPCക്ക് ഒരു സ്ട്രക്ചർ ഉള്ള പോലെ തന്നെ BNSനും ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് നോക്കാം. IPCയിൽ 511 സെക്ഷൻസ് ഉണ്ട്. പക്ഷേ BNSൽ വരുമ്പോൾ അത് വെട്ടിക്കുറഞ്ഞ് BNSൽ 21 ചാപ്റ്റേഴ്സും 358 സെക്ഷൻസും ആവണം. അതായത് IPC പോലെ തന്നെ ഇറ്റ് ഡീൽസ് വിത്ത് ക്രൈംസ് ലൈക്ക് മർഡർ, തെഫ്റ്റ്, റേപ്പ്, ചീറ്റിംഗ്, ഹേർട്ട്, ഡെക്കോയിറ്റി എക്സെട്ര. അതായത് IPCയിലെ പോലെ തന്നെ ഈ പറഞ്ഞ ക്രൈംസ് എല്ലാം BNSും ഡീൽ ചെയ്യുന്നുണ്ട്, ബട്ട് വിത്ത് ന്യൂ അപ്ഡേറ്റ്സ് ആൻഡ് ക്ലാരിറ്റി. പക്ഷേ IPCയിൽ കുറേ അൺവാണ്ടഡ് ആൻഡ് അൺനെസസറി ആയിട്ടുള്ള എന്താ പറയുക കൂട്ടിച്ചേർക്കലുകളും വേർഡ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ BNS കുറച്ച് ക്ലാരിറ്റി വിത്ത് അപ്ഡേറ്റ്സ്, അതായത് അപ്ഡേറ്റ്സും ക്ലാരിറ്റിയും കൊണ്ടാണ് BNS അത് മോഡേണൈസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് നോക്കാം. അതായത് ചാപ്റ്റർ 1 പറയുന്നത് പ്രിലിമിനറി, അതായത് ഇൻട്രൊഡക്ഷനാണ് ചാപ്റ്റർ 1 പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 1 പ്രിലിമിനറി, അതായത് ഇൻട്രൊഡക്ഷൻ. ഇനി ചാപ്റ്റർ 2 വരുമ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് സെഷൻ ഓഫ് BNSൽ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ ഓവർവ്യൂ ആണ് പറഞ്ഞു പോകുന്നത്.
ഇപ്പോൾ ചാപ്റ്റർ 1 നമ്മൾ കണ്ടു പ്രിലിമിനറി ഇൻട്രൊഡക്ഷൻ, അതാണ് ചാപ്റ്റർ 1 പറയുന്നത്. ചാപ്റ്റർ 2 ജനറൽ എക്സ്പ്ലനേഷൻസ് ആണ് പറയുന്നത്. ചാപ്റ്റർ 2 ജനറൽ എക്സ്പ്ലനേഷൻസ്. ചാപ്റ്റർ 3 പണിഷ്മെൻറ്റ്സ് ആണ് പറയുന്നത്. എല്ലാ ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റ്സും ചാപ്റ്റർ 3 പറയുന്നുണ്ട്. ഇനി ചാപ്റ്റർ 4 ഓൺവേർഡ്സ് ആണ് ഒഫൻസസ് എഗെയിൻസ്റ്റ് ബോഡി, പ്രോപ്പർട്ടി എക്സെട്ര. ചാപ്റ്റർ 4 ഓൺവേർഡ്സ് ആണ് ഒഫൻസസ് എഗെയിൻസ്റ്റ് ബോഡി, പ്രോപ്പർട്ടി എക്സെട്ര. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ BNSൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമ്മൾ PNS എന്താണെന്ന് ഇപ്പോൾ കണ്ടു. അതായത് ഒരു സിമ്പിൾ ഓവർവ്യൂ അബൌട്ട് PNS ഇപ്പോൾ നമ്മൾ നോക്കി. എന്താണ് ചാപ്റ്റർ, കണ്ടന്റ്, അതുപോലെ PNS എങ്ങനെയാണ് വന്നത്, സ്ട്രക്ചർ കണ്ടു. പിന്നെ എന്തുകൊണ്ടാണ് IPC റീപ്ലേസ് ചെയ്തത്, പിന്നെ BNS കമ്മിങ് ടു ഫോഴ്സ്, അതെല്ലാം നമ്മൾ കണ്ടു. ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പോകുന്നത്. നമ്മുടെ ഫീച്ചേഴ്സ്, അതായത് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് PNS. BNSലുള്ള ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സും കൺസെപ്റ്റ്സുമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ 0 FIR. അതായത് ഈ പ്രൊവിഷൻ പ്രകാരം വിക്ടിം ക്യാൻ ഫയൽ FIR ഇൻ എനി പോലീസ് സ്റ്റേഷൻ. അതായത് ഒരു വിക്ടിമിന് ആളുടെ ജൂറിസ്ഡിക്ഷനിലുള്ള പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും FIR ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് വന്നു. ഈവൺ ഇഫ് ക്രൈം ഹാപ്പൻ സംവർ എൽസ്. അതായത് ഇപ്പോൾ ക്രൈം നടന്നത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കൂടി വിക്ടിമിന് ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും FIR ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് വന്നു, BNS പ്രകാരം വന്നു. മുന്നേ IPCയിൽ ജൂറിസ്ഡിക്ഷനിൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ മാത്രമേ നമുക്ക് FIR ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രൊവിഷൻ പ്രകാരം, അതായത് BNSലെ പ്രൊവിഷൻ 0 FIR പ്രൊവിഷൻ പ്രകാരം വിക്ടിം ക്യാൻ ഫയൽ FIR ഇൻ എനി പോലീസ് സ്റ്റേഷൻ. ഏത് പോലീസ് സ്റ്റേഷനിൽ ക്രൈം എവിടെ നടന്നാലും ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും വിക്ടിമിന് FIR ഫയൽ ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ദിസ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം, അതായത് ആദ്യത്തെ തവണയാണ് ലോ ഗിവ്സ് പ്രയോറിറ്റി ടു ജസ്റ്റിസ് ഫോർ വിക്ടിംസ്. അതായത് വിക്ടിംസിനുള്ള നീതിക്ക് വേണ്ടിയിട്ട് പ്രയോറിറ്റി നിയമം കൊടുക്കുന്നത് ഇത് ആദ്യത്തെ ടൈമാണ്. BNSലൂടെയാണ് അത് വന്നത്. അതുപോലെ തന്നെ ഡെഫിനീഷൻസ് ആൻഡ് പണിഷ്മെൻറ്റ്സ് ആർ ക്ലിയർ. അതായത് ഡെഫിനീഷൻസും പണിഷ്മെൻറ്റ്സും ക്ലിയർ ആയിട്ട് തന്നെ BNSൽ കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻ സെക്ഷൽ ഒഫൻസസ്, മോബ് ലൈഞ്ചിങ് ആൻഡ് ക്രൈംസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ. അതായത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും പിന്നെ ആൾക്കാർ കൂട്ടം ചേർന്ന ഒരാളെ കൊല്ലണത്തിനും സെക്ഷൽ ഒഫൻസസിനും എല്ലാം പണിഷ്മെൻറ്റ്സും ഡെഫിനീഷൻസും ക്ലിയർ ആയിട്ട് BNSൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിക്ടിം സെൻട്രിക് അപ്രോച്ച് ആണ് നമ്മുടെ ഫസ്റ്റത്തെ ഫീച്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി സെക്കൻഡ്, സിംപ്ലിഫൈഡ് ലാംഗ്വേജ്. അതായത് ഒരുപാട് IPCയിൽ ഒരുപാട് ലാറ്റിൻ ആൻഡ് കൊളോണിയൽ ടേംസ് ഉണ്ടായിരുന്നു. ലൈക്ക് കോഗ്നിസിബിൾ, നോൺ ബെയിലബിൾ, അങ്ങനെയൊക്കെ കുറേ ലാറ്റിൻ ആൻഡ് കൊളോണിയൽ ടേംസ് ഉണ്ടായിരുന്നു. അതൊക്കെ either സിംപ്ലിഫൈഡ് ഓർ റിമൂവ്ഡ്, അതൊക്കെ എടുത്തു കളയോ അല്ലെങ്കിൽ അതൊന്ന് ലഘൂകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലിയർ ഡെഫിനീഷൻസ്. എന്താണ് ക്ലിയർ ഡെഫിനീഷൻസ് ആണ് നമ്മുടെ അവ്യക്തത കുറയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് സിംപ്ലിഫൈ ചെയ്തത്. ഇനി തേർഡ് വൺ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി ഫ്രണ്ട്ലി. അതായത് ഡിജിറ്റൽ ഒഫൻസസ് ലൈക്ക് എന്താ പറയുക, സൈബർ സ്റ്റോക്കിംഗ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ് ടാമ്പറിങ് ആർ ക്ലിയർലി ഇൻക്ലൂഡഡ്. അതായത് ഇതെല്ലാം ഒഫൻസസ് ആണെങ്കിലും, ഇപ്പോൾ ഇതൊക്കെ ഒഫൻസസ് ആണെങ്കിലും IPC പ്രകാരം സൈബർ സ്റ്റോക്കിംഗ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഇലക്ട്രോണിക് റെക്കോർഡ് ടാമ്പറിങ് അതെല്ലാം അത്ര സിവിയർ ഒഫൻസസ് ആയിട്ട് കണക്കാക്കിയിരുന്നില്ല. പക്ഷേ BNSൽ എന്താ പറയുക, ഈ പറഞ്ഞ ക്രൈംസ്, അതായത് സൈബർ സ്റ്റോക്കിംഗ്, ഇലക്ട്രോണിക് റെക്കോർഡ് ടാമ്പറിങ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഇതെല്ലാം ക്ലിയർലി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് എവിഡൻസും അത്രയും വാലിഡ് അല്ലായിരുന്നു IPC പ്രകാരം. പക്ഷേ BNSൽ ഇലക്ട്രോണിക് എവിഡൻസസ് ലീഗലി വാലിഡ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ BNSൽ വന്നിരിക്കുന്ന ചേഞ്ച് ഇലക്ട്രോണിക് ഡിജിറ്റൽ ഒഫൻസസ് ക്ലിയർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോണിക് എവിഡൻസ് ലീഗലി വാലിഡും ആക്കിയിട്ടുണ്ട്. ഇനി നാലാമത്തെ നോക്കുകയാണെങ്കിൽ മോബ് ലൈഞ്ചിങ് ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈം റെക്കഗ്നൈസ്ഡ്. അതായത് മോബ് ലൈഞ്ചിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്നിട്ട് ഒരാളെ ബ്രൂട്ടലി ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യും. ലൈഞ്ചിങ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ആണ്. അപ്പോൾ മോബ് ലൈഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരാളെ പേഴ്സണിനെ കൊല്ലണതാണ് മോബ് ലൈഞ്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ക്രൈം റെക്കഗ്നൈസ്ഡ്. മോബ് ലൈഞ്ചിങ്
പ്രീവിയസ്ലി നോട്ട് സ്പെസിഫിക്കലി പണിഷബിൾ. അതായത് ഈ മോബ് ലൈഞ്ചിങ് എന്ന് പറഞ്ഞ വേർഡ്, അതായത് ഈ ഒരു ഭാഗം നമ്മുടെ IPCയിൽ അത്രയും സിവിയറായിട്ട് കണക്കാക്കിയിരുന്നില്ല. പണിഷ്മെൻ്റ് ഉണ്ടെങ്കിലും ഈവൺ ഇഫ് അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പണിഷ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടെ മോബ് ലൈഞ്ചിങ് എന്ന് പറഞ്ഞൊരു വേർഡ് എടുത്ത് പറഞ്ഞിട്ട് നമുക്ക് അതിനെ ഒരു പാർട്ടാക്കിയിട്ട് ഒരു പണിഷ്മെൻ്റ് ഉണ്ടായിരുന്നില്ല. സോ മോബ് ലൈഞ്ചിങ് ഇൻക്ലൂഡ് ചെയ്തു പ്രീവിയസ്ലി നോട്ട് സ്പെസിഫിക്കലി പണിഷബിൾ. അതായത് സ്പെസിഫിക് ആയിട്ട് അതിന് പണിഷബിൾ അല്ലായിരുന്നു ആ ഒരു ക്രൈം. അപ്പോൾ BNSൽ മോബ് ലൈഞ്ചിങ് സ്പെസിഫിക്കലി പണിഷബിൾ ആക്കി ആൻഡ് നൗ കവേർഡ് അണ്ടർ സെക്ഷൻ 101 ഓഫ് BNS. അതായത് BNSൽ സെക്ഷൻ 101ലാണ് ഈ ഒരു മോബ് ലൈഞ്ചിങ് എന്ന് പറയുന്ന ഒഫൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ടെററിസം ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈം ആർ കോഡിഫൈഡ് വിത്ത് സ്ട്രിക്റ്റർ പെനാലിറ്റീസ്. നമുക്കറിയാം ടെററിസവും ഓർഗനൈസ്ഡ് ക്രൈംസും സിവിയർ ആയിട്ടുള്ള ഒഫൻസസ് ആണ്. അപ്പോൾ ടെററിസം ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈംസ് ആർ കോഡിഫൈഡ് വിത്ത് സ്ട്രിക്റ്റർ പെനാലിറ്റീസ്. അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പെനാലിറ്റീസ് ചുമത്തിയിട്ട് കോഡിഫൈ ചെയ്തിട്ടുണ്ട് ടെററിസം ഓർഗനൈസ്ഡ് ക്രൈമും. സോ നെക്സ്റ്റ് സെക്ഷൻ റിനംബറിങ് ആൻഡ് റീക്ലാസിഫിക്കേഷൻ. അതായത് ഓൾഡ് IPC സെക്ഷൻസ് ആർ either merged, restructured or renamed. അതായത് BNSലേക്ക് ആ സെക്ഷൻസും ആ ക്രൈംസും വന്നപ്പോൾ ഒന്നില്ലെങ്കിൽ റീസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ റീനെയിം ചെയ്തിട്ടുണ്ട്. സോ ക്ലിയർ ക്ലാസിഫിക്കേഷൻ ഇൻ ടു ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി, പ്രോപ്പർട്ടി, സ്റ്റേറ്റ്, വിമൻ ആൻഡ് ചിൽഡ്രൻ ആൻഡ് ദ സൈബർ ലോ. അതായത് ഇവർക്ക് ഇതിനൊക്കെയുള്ള ക്രൈംസിനെ ക്ലിയറായിട്ട് ക്ലാസിഫിക്കേഷൻ ഈ ഒരു പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. BNS പ്രകാരം ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇനി എൻഹാൻസ് പ്രൊട്ടക്ഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ. നമുക്കറിയാം സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഡിസേർവ് ചെയ്യണ ഒരു ഗ്രൂപ്പാണ് വിമൻ ആൻഡ് ചിൽഡ്രൻ. വിമൻ ആൻഡ് ചിൽഡ്രന് റൈറ്റ്സും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഡെയിലി കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കുള്ള പ്രൊട്ടക്ഷൻ എൻഹാൻസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാർട്ട്. അതായത് എക്സ്പാൻഡഡ്, അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് പോലെ എക്സ്പാൻഡഡ് ഡെഫിനിഷൻസ് ഓഫ് റേപ്പ്, ഗ്യാങ് റേപ്പ്, സെക്ഷൽ ഹറാസ്മെൻറ്റ് ആൻഡ് ക്രൂവലിറ്റി. ഇപ്പോൾ നമുക്ക് കാണാം ക്രൂവലിറ്റി തന്നെ പല ടൈപ്പ് ഓഫ് ഉണ്ട്, റേപ്പ് തന്നെ പല ടൈപ്പ് റേപ്സ് ഉണ്ട്, ഗ്യാങ് റേപ്സ് പല ടൈപ്സ് ഉണ്ട്, സെക്ഷൽ ഹറാസ്മെൻറ്റ്സും ഈ പറഞ്ഞ പോലെ പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആക്കിയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, സ്പെഷ്യൽ എംഫസിസ് ഓൺ ഫാസ്റ്റ് ട്രാക്ക് ജസ്റ്റിസ് ഇൻ റേപ്പ് ആൻഡ് ചൈൽഡ് അബ്യൂസ് കേസസ്. അപ്പോൾ ചൈൽഡ് അബ്യൂസ് കേസസിലാണെങ്കിലും റേപ്പ് കേസസിലാണെങ്കിലും ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള ജസ്റ്റിസ് എംഫസൈസ് ചെയ്യാനായിട്ടുള്ള പവറും കൂടെ ഉണ്ട്. ഇനി ലാസ്റ്റ് ഡീക്രിമിനലൈസേഷൻ ഓഫ് മൈനർ ആക്ട്സ്. അതായത് മൈനർ ആക്ട്സ് കുറേ ഡീക്രിമിനലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ പെറ്റി ഒഫൻസസ്, അതായത് കുറേയൊക്കെ പെറ്റി ഒഫൻസസ് എല്ലാം എക്സ്പെൽ ചെയ്തിട്ടുണ്ട്, എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്താ ലൈക്ക് അറ്റംപ്റ്റഡ് സൂയിസൈഡ്, അതായത് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ IPC പ്രകാരം ഒരു ഒഫൻസ് ആയിരുന്നു. അപ്പോൾ BNS വന്നപ്പോൾ അറ്റംപ്റ്റ് ടു സൂയിസൈഡ് റിമൂവ്ഡ് ഓർ മെയ്ഡ് കോമ്പൗണ്ടബിൾ. അതായത് സൂയിസൈഡ് അറ്റംപ്റ്റ് ഒരു ക്രൈം അല്ല എന്ന് BNS പറയണു. അപ്പോൾ അങ്ങനെ ഒരു ക്രൈം അതിന് എടുത്ത് കളഞ്ഞേക്കാണ്. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. BNSൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ആൻഡ് നമ്മുടെ BNSലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി നമുക്ക് എന്താ പറയുക, നമ്മുടെ BNSും IPCയും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം 511 എന്നുള്ള അത്രയും സെക്ഷൻസിൽ നിന്ന് ഒരുപാട് വെട്ടിച്ചുരുക്കിയിട്ടാണ് BNS സെക്ഷൻസ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്ഷൻസിനും IPC സെക്ഷൻസിനും BNS സെക്ഷൻസിനും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ മേജറായിട്ടുള്ള, അതായത് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസിന് വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. IPC 302 സെക്ഷൻ പറയണത് മർഡർ ആണ്. അത് BNSൽ വന്നപ്പോൾ 101 ആയിട്ടുണ്ട്. 301 IPCയിലെ BNSൽ വന്നപ്പോൾ 101 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 375 IPC സെക്ഷൻ റേപ്പാണ് പറയുന്നത്. അത് BNSൽ വന്നപ്പോൾ 63 ആയിട്ടുണ്ട്. BNS സെക്ഷൻ 63, അപ്പോൾ റേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ IPC സെക്ഷൻ 307 BNSൽ വരുമ്പോൾ 108 ആണ്. അത് അറ്റംപ്റ്റ് ടു മർഡർ ആണ്. അറ്റംപ്റ്റ് ടു മർഡർ 307 ആണ് IPCയിൽ. അത് BNSൽ വന്നപ്പോൾ 108. പിന്നെ സെക്ഷൻ 499 ആൻഡ് 500 IPCയിൽ 499 ആൻഡ് 500 ഡീഫമേഷൻ ആണ് പറഞ്ഞിരുന്നത്. അത് BNSൽ വന്നപ്പോൾ 354 ആയിട്ടുണ്ട്. പിന്നെ ഓൾഡ് IPC സെക്ഷൻ 124A
സെഡിഷനാണ്, അത് റിപ്പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ റീപ്ലേസ്ഡ് വിത്ത് ആക്ട്സ് എൻഡേഞ്ചറിങ് ആണ് BNSൽ വന്നപ്പോൾ. സൊവേണിറ്റി അണ്ടർ സെക്ഷൻ 152 റീപ്ലേസ്ഡ് വിത്ത് ആക്ട്സ് എൻഡേഞ്ചറിങ് സൊവേണിറ്റി അണ്ടർ 152 ആണ്. അപ്പോൾ നമ്മൾ കണ്ടു 302 IPC സെക്ഷൻ മർഡർ BNSൽ 101 ആയിട്ടുണ്ട്. 375 റേപ്പ് BNSൽ 63 സെക്ഷൻ 63 ആയിട്ടുണ്ട്. IPC 307 അറ്റംപ്റ്റ് ടു മർഡർ 108 BNS ആയിട്ടുണ്ട്. 499 and 500 IPC ഡിഫമേഷൻ 354 BNS ആയിട്ടുണ്ട്. 124A സെഡിഷൻ അത് റിപ്പീൽ ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ മേജറായിട്ടുള്ള സെക്ഷൻസിന് ചേഞ്ച് വന്നിരിക്കുന്നത്. പിന്നെ ഇതേപോലെ തന്നെയാണ് എല്ലാ സെക്ഷൻസിനും നല്ല എന്താ പറയുക വേരിയസ് ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ഇതായതുകൊണ്ടാണ് ഈ സെക്ഷൻസൊക്കെ പറഞ്ഞത്. അതേപോലെ തന്നെ BNSൽ കൊളോണിയൽ ടേംസ് ലൈക്ക് എന്താ പറയുക സെഡിഷൻ നമ്മൾ നേരത്തെ കണ്ടു. സെഡിഷൻ റിപ്പീൽ ചെയ്ത സെക്ഷനാണ്, അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. സെഡിഷൻ മീൻസ് രാജ്യദ്രോഹം. അത് IPCയിൽ ഉണ്ടായിരുന്ന ഒരു സെക്ഷനാണ്, അത് റിപ്പീൽ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ രാജ്യദ്രോഹം എന്നുള്ളത് റിമൂവ്ഡ് ഓർ റീഡിഫൈൻഡ്, അതായത് റിമൂവ് ചെയ്ത് കളഞ്ഞു. രാജ്യദ്രോഹം എന്ന് പറഞ്ഞ ഒരു സംഭവം റിമൂവ് ചെയ്ത് കളഞ്ഞു. സോ ദ ഫോക്കസ് ഈസ് മോർ ഓൺ ഇന്ത്യൻ വാല്യൂസ് ആൻഡ് മോഡേൺ തിങ്കിങ്. അതായത് അന്ന് അവർ ഇന്ത്യൻസിനെ കൺട്രോൾ ചെയ്യാനും പണിഷ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പീനൽ കോഡ് ഇറക്കിയതെങ്കിൽ ഇപ്പോൾ മോഡേൺ ഇന്ത്യൻ വാല്യൂസ്, അതായത് നമ്മുടെ ഇന്ത്യൻ വാല്യൂസ് കീപ്പ് ചെയ്യാനും മോഡേൺ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മുടെ BNS ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫോക്കസ് ഈസ് മോർ ഓൺ ഇന്ത്യൻ വാല്യൂസ് ആൻഡ് മോഡേൺ തിങ്കിങ്. അതേപോലെ തന്നെ എന്താ പറയുക കമ്മ്യൂണിറ്റി സർവീസസ് പണിഷ്മെൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ മൈനർ ഒഫൻസസിൽ ഇപ്പോൾ കോർട്ട് ക്യാൻ ഓർഡർ കമ്മ്യൂണിറ്റി സർവീസ്. അതായത് കമ്മ്യൂണിറ്റി സർവീസ് മൈനർ ഒഫൻസൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർട്ട് കമ്മ്യൂണിറ്റി സർവീസ് ആയിരിക്കും ഓർഡർ ചെയ്യുക. അതായത് ലൈക്ക് പബ്ലിക് വർക്കോ സോഷ്യൽ ഹെൽപ്പ്, അതായത് പബ്ലിക് വർക്ക് ചെയ്യുക, സോഷ്യൽ ഹെൽപ്പ് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് ജയിൽ. അതായത് ജയിലിൽ പോണതല്ലാണ്ട് പബ്ലിക് വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ ഹെൽപ്പ് അതൊക്കെയാണ് കോർട്ട് മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക. അങ്ങനെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് മെയിൻലി യൂസ്ഫുൾ ആവുക ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ സ്മോൾ ഒഫൻഡേഴ്സ്, ചെറിയ കുറ്റം ചെയ്ത ആൾക്കാർക്കും, അതായത് ആദ്യമായിട്ട് കുറ്റം ചെയ്ത ആൾക്കാർക്കും ചെറിയ കുറ്റം ചെയ്ത ആൾക്കാർക്കുമാണ് ഇത് മെയിൻലി യൂസ്ഫുൾ ആവുക. പിന്നെ അതുപോലെ തന്നെ ടൈം ബൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അതായത് സീരിയസ് കേസസ് ലൈക്ക് റേപ്പ്, മർഡർ എക്സെട്ര അതൊക്കെ 60 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് BNSൽ ഒരു സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പീച്ച് ജസ്റ്റിസ് ഇത് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വിക്ടിം റൈറ്റ്സ്. വിക്ടിം ഷുഡ് ഗെറ്റ് റെഗുലർ അപ്ഡേറ്റ്സ് അബൌട്ട് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽ. അതായത് വിക്ടിംസിന് റെഗുലറായിട്ടുള്ള അന്വേഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള റൈറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കോർട്ട് ഷുഡ് കൺസിഡർ വിക്ടിംസ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് ഓൾസോ. അതായത് ഇമോഷണൽ പിന്നെ മെൻ്റൽ ആയിട്ടുള്ള വെൽബീയിങ് കോർട്ട് വിക്ടിമിൻ്റെ അതെല്ലാം കോർട്ട് പരിഗണിക്കണം എന്നാണ് ഇതിൽ BNSൽ പറയുന്നത്. സോ നമ്മുടെ ഈ സെഷനിൽ BNSൻ്റെ ബേസിക് ഇൻട്രോ കണ്ടു. വാട്ട് ഈസ് BNS, വൈ ഇറ്റ് റീപ്ലേസ്ഡ് IPC ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. BNSൽ വന്ന ഡ്രാസ്റ്റിക് ചേഞ്ചസ്, അതുപോലെ തന്നെ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സെക്ഷൻസ്, കണ്ടൻസ് എല്ലാം നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ കൂടെ അറിഞ്ഞു. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടായിരിക്കും BNS ഡിസ്കസ് ചെയ്യാം. എന്താ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ BNS ലൈക്ക് ന്യൂ ഒഫൻസസ്, സെക്ഷൻ വൈസ് കമ്പാരിസൺ ആൻഡ് സം ഇമ്പോർട്ടൻറ്റ് കേസ് എക്സാമ്പിൾസ്, അതെല്ലാം നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മാഗ്ന ജൂറിസ്.